ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ ഇങ്ങ് അടുത്തെത്തി. ഫൈനൽ എക്സാമോ അധികം വൈകാതെ തന്നെ നമ്മൾ അടുത്തുണ്ടല്ലേ. പഠിച്ചൊക്കെ തുടങ്ങിയോ? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? നമുക്കറിയാം, ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴാണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കുറെ ചാപ്റ്റേഴ്സ് പഠിച്ചാ ശരിക്കും എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. എക്സാമിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ച ചാപ്റ്ററിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും അതിനനുസരിച്ച് മാർക്ക് നമുക്ക് വരില്ല. എന്താ? വെയിറ്റേജ് നോക്കി ചാപ്റ്റേഴ്സ് പഠിക്കാത്തോണ്ടാ. വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു പോവുകയാണെങ്കിൽ അത്രയും മാർക്ക് നമുക്ക് ഉറപ്പിച്ചു വെക്കത്തില്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ ചാപ്റ്റേഴ്സിന്റെ മാത്സിന്റെ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജസ് ആയിരിക്കും. ഇത് അതിന്റെ ആദ്യത്തെ പാർട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജസ് ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ? യെസ്, ഇത് നോക്കിക്കേ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയ സെറ്റ്സിന് വരുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷന് വരുന്നതും 4 മാർക്ക്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് 4 മാർക്ക്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3 മാർക്ക്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് 3 മാർക്ക്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് 5 മാർക്ക്. ബൈനോമിയൽ തിയറം 3 മാർക്ക്. അപ്പൊ നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് നോക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയ സെറ്റിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റും കോംപ്ലിമെന്റ്സ് ഓഫ് എ സെറ്റും ആണ്. എടാ, അതേ നമ്മുടെ യൂണിയന്, ഇന്റർസെക്ഷന്, കോംപ്ലിമെന്റ് ഇത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിന്റെ ആദ്യ പാർട്ടായിട്ട് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? റോസ്റ്റർ ഫോമില് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി അതുകൂടാതെ നമുക്ക് ഈ റിലേഷൻ ഇവിടെ നിന്ന് വെട്ടിക്കളയാം. അതുകൂടാതെ 1 മാർക്കിന് ഇന്റർവെൽസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വെൻ ഡയഗ്രത്തിന്റെ കാര്യവും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. വെൻ ഡയഗ്രം വെച്ച് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനും 4 മാർക്കിനാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. ഇനി ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളതും ഏതാണ്? യെസ്, ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡൊമെയിനും റേഞ്ചും എഴുതാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഏതാണ്ടേ ഏറ്റവും സിമ്പിളും എന്നാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതുകൂടാതെ ഫംഗ്ഷൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻസ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ആയ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കുറെ അധികം ഇക്വേഷൻസ് ഉള്ള ചാപ്റ്റർ ആണല്ലേ. ഇതും 4 മാർക്കിനാണ്. എടാ മക്കളെ, ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് എപ്പോഴും വരുന്നത് ഈ ഒരു 3 വേർഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പൊ ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞില്ലേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 75 അങ്ങനെ ചോദിക്കാം. ഇനി അതുകൂടാതെ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് വരുന്നത് എന്താ? പ്രൂവ് ദാറ്റും അല്ലെങ്കിൽ ഷോ ദാറ്റും. ഇനി അടുത്ത ചാപ്റ്റർ ഏതാ? യെസ്, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. എനിക്കറിയാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. എന്നാൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പോർഷൻ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് കൊടുക്കാം. എടാ, ഇതിന്റെ ചാപ്റ്ററിന് 3 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഈ 3 മാർക്കില് നമുക്ക് എവിടുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വരുന്നത്? യെസ്, മോഡുലസ്, കോൺജുഗേറ്റ്, മൾട്ടിപ്ലിക്കേറ്റീവ്, ഇൻവേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ പവർ കണ്ടുപിടിക്കാനായിട്ട്, ഐയുടെ പവർ കണ്ടുപിടിക്കാനായിട്ട്, ക്യാപിറ്റൽ ലെറ്റർ അല്ല, നമ്മുടെ സ്മോൾ ലെറ്റർ ഐ ആണ് അല്ലെ. സ്മോൾ ലെറ്റർ ഐയുടെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറെ തവണ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ ഏതാ? യെസ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്. 3 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിനകത്ത് നമുക്ക് ബേസിക്കലി എന്താ ചോദിക്കുന്നത്? 1 വേരിയബിൾ ആയിട്ടുള്ള ലീനിയർ ഇൻഇക്വാലിറ്റീസിന്റെ സൊല്യൂഷൻസ് കാണാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ചില എക്സാം പേപ്പറുകളിൽ നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ഏതാ? നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇതിനകത്തുനിന്ന് 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇതിൽ നമുക്ക് ബേസിക്കലി നമുക്ക് എന്താണ്? പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ആണ് ഇമ്പോർട്ടന്റ്. ഫാക്ടോറിയലിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൂടാതെ നമ്മുടെ പെർമ്യൂട്ടേഷന്റെയും കോമ്പിനേഷന്റെയും ഫോർമുലാസ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അതുകൂടാതെ പെർമ്യൂട്ടേഷന്റെ കേസിലാണെങ്കിൽ ഓരോ വേർഡ്സ് അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ട് അതിന്റെ പെർമ്യൂട്ടേഷൻ കാണാൻ ചോദിക്കാം. കോമ്പിനേഷന്റെ കേസിലാണെങ്കിലോ യെസ്, ഓരോ ഗ്രൂപ്പ്, കുറെ ഗേൾസിന്റെ ബോയ്സിന്റെ ഗ്രൂപ്പ്, അതിൽ നിന്നുള്ള സെലക്ഷന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി കാർഡ്സ്, നമ്മൾ കളിക്കല്ലേ കാർഡ് ഗെയിംസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2 ഹാൻഡ് ഷേക്കിനെ ബേസ് ചെയ്ത്, കോഡ്, ഒരു സർക്കിളിന്റെ കോഡ് വരയ്ക്കുന്നതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
ഇനി അടുത്ത ചാപ്റ്റർ ഏതാ? ബൈനോമിയൽ തിയറം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും എളുപ്പത്തിൽ അത് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. ബിക്കോസ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ഈ 3 ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. എന്താണ്? ഒന്ന് വരുന്നത് നമ്പർ ഓഫ് ടേംസ്. ഒരു ബൈനോമിയൽ തിയറത്തിന്റെ തന്നിട്ട് അതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് അതുകൂടാതെ ഒരു ബൈനോമിയൽ തിയറം തന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മുടെ ബൈനോമിയൽ തിയറത്തിന്റെ ഇക്വേഷൻ ഇല്ലേ, അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. ഇനി അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിനകത്തുനിന്ന് അതിനെ ബേസ് ചെയ്ത് ജസ്റ്റ് അതിന്റെ A, B എന്നുള്ള ഇതിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആ പ്ലേസിൽ വേറെ നമ്പേഴ്സ് തന്നിട്ട് നമ്മുടെ അടുത്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ആൻസറിനകത്തോട്ട് ഈ ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന്റെ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി അല്ലേ? അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരുന്നത്. ഈ കഴിഞ്ഞ എക്സാമിനും ഈ 2 ക്വസ്റ്റ്യന്റെ വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മള് മാത്തമാറ്റിക്സിന്റെ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നോക്കിയല്ലേ? ഇനി ബാക്കി 7 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആയിട്ട് മിസ് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.